പറയുന്നത്. എനിക്ക് ഈ നല്ല കവിത, സുന്ദരമായ കവിത വിശദീകരിച്ച് ആളുകളെ അതിന്റെ സൗന്ദര്യം ആസ്വദിപ്പിക്കുന്നതിൽ ഒരു വലിയ ആത്മസംതൃപ്തിയുള്ള ആളായിരുന്നു പണ്ട് മുതലേ. ഞാൻ അതുകൊണ്ട് വള്ളത്തോളിന്റെ മദ്ദലനമറിയം, കുമാരനാശാന്റെ കരുണ, ചണ്ടാല ഭിക്ഷുകി, ഉള്ളൂരിന്റെ മൃണാളിനി, ഇമാതിരി കവിതകളെല്ലാം സുന്ദരമായി സംഗീത ഗന്ധത്തോടുകൂടി സദസ്സിന്റെ മുമ്പിൽ വിശദീകരിക്കും. രാത്രി കാലങ്ങളിൽ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾക്ക് പോലും കവിതയുടെ സൗന്ദര്യം പറഞ്ഞു മനസ്സിലാക്കിയാൽ ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്കന്ന് നല്ലവണ്ണം ബോധ്യമായിരുന്നു. നല്ല ചുമട്ടുകാരനും റിക്ഷാക്കാരനും കൂടുന്ന നാൽക്കവലകളിൽ പാതിരാത്രിക്ക് ഇരുന്ന് കരുണയും ചണ്ടാല ഭിക്ഷുകയും മദ്ദലനമറിയവും ഒക്കെ ഞാൻ പാടി കേൾപ്പിക്കുമ്പോൾ, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ, ഒരു വീടി വലിച്ചുകൊണ്ട് അതിരുന്ന് മനസ്സിൽ അതിന്റെ കുളിർമ മുഴുവൻ ആസ്വദിക്കുന്ന അക്ഷരജ്ഞാന ശൂന്യനായ സാധാരണക്കാരന്റെ മുഖം ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് കവിത ആസ്വദിപ്പിക്കുക എന്നുള്ള ഒരു മനസ്സിന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥാപ്രസംഗം നടത്താൻ തുടങ്ങിയത്. പക്ഷെ പിന്നെ അതങ്ങോട്ട് ആളുകളെ എന്നെ വന്ന് ഒരുമാതിരി കഥാപ്രസംഗം ബുക്ക് ചെയ്യുക അങ്ങനെ ഒക്കെയായി. എനിക്കത് വളരെ മടുപ്പായി.